കട്ടോണ്ട് പോയി ഉണ്ടാക്കി വെച്ചെങ്കിൽ രണ്ടുണ്ടോ ഞങ്ങൾ കടം ചോദിച്ചതാണ്. ഞങ്ങൾ അയൽവക്കാരാണ്. ഹെൽപ്പ് വേണമെങ്കിലും അത് കഴിക്കണം കേട്ടോ. അയ്യോ ചേച്ചി ഇനി ആരെയും വെയിറ്റ് ചെയ്യണ്ട. എന്താ ഞാൻ കട്ട് ചെയ്ത് തരും. എല്ലാരും കാണണ്ടേ? ഓ ഭഗവാനെ 100-400 പടങ്ങളിൽ അഭിനയിച്ച എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും അമ്മയായും ചേച്ചിയായും എല്ലാം അഭിനയിച്ച അമ്പിക ചേച്ചിക്ക് കഴിപ്പിക്കാൻ കൊടുക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമായിട്ട് ഞാൻ കരുതുന്നു. ചുമ്മാ കഴിക്കുവാണല്ലോ എന്റെ ചേച്ചി. അല്ല നിങ്ങൾ ആരെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചേച്ചിക്ക് ഇപ്പം പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടും. അതായത് ഷെഫ് വന്ന് ബാക്കി ചെയ്ത് കൊടുക്കും ഒരു 30 സെക്കൻഡ്. അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ഷെഫ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് പോയിന്റ് പോവുള്ളൂ. ഷെഫ് വന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് തീർത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നന്നാവത്തില്ലേ? അതെ, നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ. എന്നാ പോയി 2 പാവയ്ക്ക് തിന്നാം. ചേച്ചി ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചൺ സ്റ്റോറീസ് ടീമിലെ അമ്പിക ചേച്ചിയുടെ ടീമിലേക്ക് ആരെ വേണം? ഏത് ഷെഫിനെ വേണം? റുക്സാനെ വേണം? സിനോയെ വേണം? റുക്സാന ഇതാ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 സെക്കൻഡ് സ്റ്റെപ്പ്. ഇതാ അടുത്ത പ്രിയപ്പെട്ട ആരതിക്ക് വേണ്ടി. എന്നെ ഒന്ന് ലവ് ചെയ്താൽ ഞാൻ ചെറുതായി പീസാക്കും. നോ ലവ്, നോ ലവ്, നോ ലവ്. ഐ ലവ് യു. പിന്നെ ഇതാ അടുത്തത് ഭാവന ഹൃദയൻ ടീമിൽ നിന്നും ഇതാ ആരതി പാവയ്ക്ക് രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ്. 30 സെക്കൻഡ്സ് ഇതാ തീരാൻ പോവുകയാണ് ഇവിടെ. തീർന്നു. ഓവർ. റുക്സാന താങ്ക് യു. കുഴപ്പമില്ലടാ, കഴിച്ചു വേണ്ടിയല്ലേ. ആരതി ഇതാ ധൈര്യസമേതം പാവയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെഫി തടവി കൊടുക്കാനായിട്ട് പുറകെ വന്ന് വെള്ളം കൊടുക്കോ കുട്ടിക്ക്? വെള്ളം ഇല്ല ഇവിടെ. സാരല്ലടാ, നമുക്ക് വേണ്ടിയല്ലേ. ഭാവന ഹൃദയം ടീം ഇതാ പ്രൊഫഷണൽ ഹെൽപ്പിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. ആൻഡ് അഗൈൻ ആരാ? സിനോയെ വേണോ റുക്സാനെ വേണോ? ഞങ്ങൾക്ക് ആരെങ്കിലും കുഴപ്പമില്ല. ആരെങ്കിലും അപ്പൊ റുക്സാന അഗൈൻ. അവിടുത്തെ 30 സെക്കൻഡ്സ് ടൈം സ്റ്റാർട്ട് നൗ. ഇതാ സംസ്കൃതി നമുക്ക് വേണ്ടി അനാർക്കലിയിലെ നമ്മുടെ പ്രിയപ്പെട്ട നായിക ഇതാ. ഓ സപ്തഭാഷാ സംഗമഭൂമിയായ മംഗലാപുരത്ത് നിന്ന് വന്ന് 6-7 ഭാഷ സംസാരിക്കുന്ന സംസ്കൃതി. അവിടെ ടൈം ഇപ്പൊ ഔട്ടോ. ടൈം അപ്പ് റുക്സാന. താങ്ക് യു റുക്സാന. ഒരു പച്ചമുളകൊക്കെ മറ്റേ ടോം ആൻഡ് ജെറി കാണുന്ന പോലെ കച്ച 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 ചെയ്ത് റുക്സാന എളുപ്പം. 30 സെക്കൻഡ്സ് ഇവിടെ. Time up. Ruxana, again, happy Christmas and thank you. Happy Christmas. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ വീണ്ടും ഒരു സാധനം എടുത്ത് കഴിക്കാം. നേരത്തെ കഴിച്ച സാധനം കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഷെഫി വരണം പ്ലീസ്. ഇതിലെ ഭവതി ഇതിലെ വരൂ. എന്തോ മോളും കഴിക്കുന്ന? എന്റെ പൊന്നു കൊച്ചേ, മോൾക്ക് എക്സാം ഒക്കെ ഉള്ളതല്ലേ? അമ്പിക ചേച്ചി വിട്. അല്ല അപ്പൊ മോള് കഴിച്ചോ. എന്താണ് വേണ്ടത് സ്റ്റെഫി? പുളി. മോള് പുളി ഉണ്ടാ. എനിക്ക് ഒരു നാരങ്ങ ഫുള്ളും തരരുത് കേട്ടോ. അല്ല പിന്നെ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കഴിക്കാം. അല്ല പാവയ്ക്ക് മാത്രം ഒരു റിഡക്ഷൻ ഉണ്ട്, ഇതിന് ഫുള്ളാണ്. സ്റ്റെഫി ഏത് വേണം? എനിക്ക് നാരങ്ങയുടെ പകുതിയുടെ പകുതി. നാരങ്ങയുടെ പകുതിയുടെ പകുതി. അല്ല നാരങ്ങയുടെ പകുതിയുടെ പകുതി ഞാൻ കൊടുക്കുന്ന കണ്ടോ മോള്? മോള് അത് കഴിച്ചോ വേണമെങ്കിൽ. സമയം പോകും. അവിടെ അച്ഛമ്മയ്ക്ക് മോള് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയുടെ പകുതി മുഴുവൻ കഴിക്കണം. നാരങ്ങയാണ്. ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്. ഇതാണ് നമ്മൾ കഴിക്കേണ്ട മുഴുവൻ. എങ്കിൽ അത് കഴിച്ചോ. ഇത് ആർക്കൊക്കെ ഹെൽപ്പ് വേണം? ആന ഏത് വേണം? പുളി. ഇതാ ശിവാനി പുളിയുണ്ട തിന്നുന്നു, ആൻ പുളിയുണ്ട തിന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെഫി കഴിച്ചില്ല. കഴിഞ്ഞു. അപ്പൊ അവിടെ പ്രൊഫഷണൽ ഹെൽപ്പ് ആരെ വേണം? സിനോയിനെ വേണോ? റുക്സാന അഗൈൻ ഗോയിങ് ഫോർ റുക്സാന. അവിടെ ദാണ്ടെ ടീം കിച്ചൺ സ്റ്റോറീസ് കഴിഞ്ഞു. ആനിന് ഷെഫ് സിനോയ് ഇതാ വരികയാണ് നമ്മുടെ പ്രേം പൂജ ടീമിന് വേണ്ടി. അവിടെ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ റുക്സാന. 30 സെക്കൻഡ്സേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെ നോക്കട്ടെ? മറ്റേ മുഴുവനൊന്നും ഇറങ്ങിയില്ല.
സ്റ്റെഫി ഉണ്ടല്ലോ 2010 മിസ് കേരളയ്ക്ക് അല്ലേ അതോ മിസ് ഇന്ത്യ ആയിരുന്നോ? മിസ് കേരള, മിസ് ടാലന്റ് ആയിരുന്നു അല്ലേ? പൊളി മോളെ പൊളി, അടിപൊളി. ടൈം അപ്പ്. നമ്മുടെ ചേച്ചിയുടെ ടൈം, നമ്മുടെ അമ്പിയ ചേച്ചി ടൈം അപ്പ്. റുക്സാന താങ്ക് യു, ഹാപ്പി ക്രിസ്മസ്. ഷെഫ് സിനോയ് ഇപ്പൊ വരാം. ഷെഫ് സിനോയുടെ ടൈം ഇവിടെയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ട സ്റ്റെഫി അത് കഴിച്ചിരിക്കുകയാണ്. കഴിച്ചോ വെച്ചേ? സത്യം. ഓക്കെ, അപ്പൊ ഷെഫ് അവിടെയും കൂടെ ഒരു ഹെൽപ്പ് കൊടുക്കാം പ്ലീസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതെനിക്ക് കാണണ്ടേ, മാവ് നമ്മള് പിടിക്ക് കുഴക്കില്ലേ? അയ്യോ അതെന്തൊരു ടേസ്റ്റ് ആണല്ലേ ആരതി. ആയിരിക്കും അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ശരിക്കും. ടൈം അപ്പ്. അല്ല ടൈം അപ്പ്. എന്റെ തീരുമാനം ഫൈനലാണ്. എന്റെ തീരുമാനം. ഹാപ്പി ക്രിസ്മസ് ഷെഫ്. ഷെഫ് സിനോയുടെ ടൈം അവിടെ തീർന്നിരിക്കുകയാണ് ഹെൽപ്പിങ്ങിന്. യെസ്, കേക്കുമായിട്ട് നിങ്ങൾ എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തിനായി ഒരു വാർത്ത കൂടെ ഞാൻ കൊണ്ടുവരികയാണ്. അടുത്ത ഗെയിം വരാൻ പോവാണ്. അത് നേരത്തെ ഞാൻ തന്ന പോലത്തെ ഗെയിം ഒന്നുമല്ല. ആ ഗെയിം കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട, ഞാൻ പ്രിയപ്പെട്ടതാണ്, ഞാൻ അല്ലാതെ അടുത്ത പ്രിയപ്പെട്ട ആരാണ്? അടുത്ത ഒരു കിടിലം ഗെയിമുമായിട്ടാ. പ്ലീസ് സാന്റാ. എന്ത് ഗെയിമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? ഒരു സ്റ്റാർ മേക്കിംഗ് ആണ്. സ്റ്റാർ മേക്കിംഗ്. സ്റ്റാർ മേക്കിംഗ് ഇത് വെച്ചിട്ട് എനിക്കൊരു നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കി തരണം. എല്ലാ ടീമിനും നമ്മൾ പ്രോപ്പർട്ടീസ് ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും നല്ലൊരു സ്റ്റാർ ഉണ്ടാക്കി തരണം. എല്ലാവരും അവരുടെ പ്രോപ്പർട്ടീസ് വന്ന് എടുത്തിട്ട് പോവാം. അമ്പിയ ചേച്ചി പ്ലീസ്. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾ ഇങ്ങനെയാണ്. സ്റ്റാൻഡ് ആയാ മതിയായിരുന്നു. നിങ്ങളുടെ സ്റ്റാർ മേക്കിംഗ് ചാലഞ്ച് ഇതാ ആരംഭിക്കാൻ പോവാണ്. 3, 2, 1 ഗോ. സ്വന്തം ഭാവനയിൽ നിന്ന് വേണം ഇത് ചെയ്യാൻ. ഹൃദയ ഭാവന ടീം കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഉണ്ടാക്കിയാൽ മതിയോ? അതൊക്കെ ഇഷ്ടം പോലെ, കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണം. ആനും സംസ്കൃതിയും കൂടെ ചേർന്ന് ഇവിടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അവളുടെ അത് കൊടുക്കരുത്, അമ്മയുടെ കണ്ണിലൊക്കെ കുത്തും. ശിവാനി മുറിച്ച് സ്റ്റാർ ഉണ്ടാക്ക്. സ്റ്റെഫി എന്തിനാണ് ഈ നിയമം പഠിച്ചതെന്ന് അറിയാമോ? ഈ കള്ളത്തരം കാണിക്കുമ്പോ സ്വന്തമായിട്ട് വാദിച്ച് ജയിക്കാനാണ്. വീണ്ടും മോട്ടി ചെല്ലി ഇടുന്നു. സത്യം പറ, അതും തിരിച്ചോട്. ഇതെന്ത് ചെയ്യുന്നു? സ്റ്റാർ ഉണ്ടാക്കാർ ഇവിടെ വന്നേ. സ്റ്റെഫി എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഇയറിൽ ഇത് ലാബിലൊക്കെ പോയി എന്തൊക്കെയോ ഉരുട്ടിയിട്ടും. അയ്യോ അപ്പ നടക്കൂലല്ലേ. സംസ്കൃതി സ്റ്റാറാണ് പറഞ്ഞത് കേട്ടോ. ആണല്ലോ അല്ലേ? കൊച്ചു സ്റ്റാറായ കുഴപ്പമുണ്ടോ? കൊച്ചു സ്റ്റാറായ കുഴപ്പമില്ല, കാണുമ്പോ നല്ല വൃത്തിയും മെനയൊക്കെ വേണം. ചേച്ചി എന്തായി? കൊച്ചു സ്റ്റാറായ പോയിന്റ് വെച്ചിട്ട് വേണം വെക്കാൻ. അയ്യോ അയ്യോ ഇവിടോ കൊച്ചെ ഇവിടോ. തമ്പുരാന് ഇതുപോലെ ഇവിടെ വാ. ഇവിടത്തെ സ്റ്റാർ നോക്ക്, എന്തൊരു ചന്തം. ഓ സ്റ്റാർ എവിടെ? സ്റ്റാർ ഇത് ഏതാണ് സ്റ്റാർ? 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും പേപ്പറോട് ചുമ്മാ വെട്ടിയെടുത്തേക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. 30 സെക്കൻഡ്സ് കൂടെ ബാക്കിയുള്ളൂ. എന്തായി മോളെ കാര്യങ്ങള്? എന്താ ഒളിച്ചിരുന്ന് ചെയ്യുന്നത്? എന്ത് വയ്ക്കുന്നോ എന്റെ അച്ഛമ്മോ? ടൈം അപ്പ്. ഫ്രീസ് ഫ്രീസ് സ്റ്റോപ്പ്. ഒരു യമണ്ടൻ കേക്ക് ചലഞ്ചിലെ സബ് ഗെയിമായ സ്റ്റാർ ചലഞ്ചിന്റെ സമയം തീർന്നിരിക്കുകയാണ്. എത്രത്തോളം ആയി എന്ന് നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം. കാര്യം അവരാണല്ലോ യഥാർത്ഥത്തിലുള്ള ജഡ്ജസ്.